ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൺലി ഫ്രണ്ട്സ് ഡ്രീം ഓണിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ റാഫിയാണെങ്കിൽ അവൻ്റെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ വിഷമിക്കുന്നതാണ്. കാരണം റോമിൻ്റെ ഒരുപാട് മെമ്മറീസ് അവന് മൈൻഡിൽ വരുന്നുണ്ട്. അവസാനമായിട്ട് റോമുമായിട്ട് അടി ഉണ്ടാക്കിയതും റോമിൻ്റെ അടുത്ത് നീ എനിക്ക് പറ്റിയ ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് റാഫി പോയതൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ റാഫി മറ്റൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. റോം മുമ്പ് അവൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞത് എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുത്ത് വെച്ച് കണ്ടാൽ മതി എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ശരിക്കും അവന് റോമിനെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ റോമിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് കാണുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ടൂവയും അർണോൾഡും കൂടെ ആയിട്ട് ഒരുമിച്ചായിരുന്നു വന്ന് നൈറ്റ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ഫ്രഷ് ആവുന്നുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു റൊമാൻസ് ഒക്കെ ആയിട്ട് രണ്ടും കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ജാക്കും ഡീനും കയറി വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരും ഷോക്ക് ആവുന്നുണ്ട്. ഇവരും പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആ സമയം ജാക്ക് നിങ്ങളുടെ ഒരു ഡേറ്റിംഗ് ആണോ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൂവ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയാണ്. ജാക്ക് അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ ടൂവ നോയിക്കോണേ അർണോൾഡ്. ഒരിക്കൽ ഡീനാണെങ്കിൽ ടൂവയുടെ ഡ്രസ്സ് പറയാതെടുത്തിട്ടെന്നും പറഞ്ഞിട്ട് അവൻ ഇവനെ എടുത്തിട്ട് കൊന്നു. അതുകൊണ്ട് ഇവൻ സൂക്ഷിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയം അർണോൾഡാണെങ്കിൽ ഇത്രയും കാലം ഇവനെ പൊന്നൂരല്ലേ നോക്കിയത്, ഇനി ഇങ്ങനെ നോക്കിക്കോളാൻ തന്നെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജാക്കിന് റാഫിയുടെ ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് റാഫി ആണെങ്കിൽ അർജൻറ്റായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ റാഫി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അർജൻറ്റായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജാക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ടെൻഷൻ അർണോൾഡിൻ്റെ ഡീനിൻ്റെ മുഖത്ത് വരാണ്. കാരണം അവർ കിസ് ചെയ്യാൻ പോയ കാര്യം റാഫി കണ്ടതെങ്ങാനും പറഞ്ഞു കൊടുക്കുന്നൊരു പേടി അവരുടെ മൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ ടൈമിൽ തന്നെ ഡീനാണെങ്കിൽ യുവേഴ്സിൻ്റെ അടുത്ത് അവനങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഒന്നും ഇല്ല, അതൊന്നും ആയിരിക്കത്തില്ല കാര്യമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ജാക്കിനെ റാഫിനെ കാണിക്കുകയാണെങ്കിൽ അവരുണ്ടെങ്കിലും സംസാരിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. ജാക്കാണെങ്കിൽ എന്താ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നീ ഷോക്കാവരുതെന്ന് പറയുന്നുണ്ട്. ജാക്ക് അപ്പോൾ ഓക്കെ നീ കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് പിന്നെ ഞാൻ ഈ പ്ലേയിന് കിറ്റ് ചെയ്യാണ്, എനിക്കിനി ആക്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക് നീ എന്താ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. റാഫി അപ്പോൾ പറയുന്നുണ്ട് ആൾക്കാർക്ക് എന്നെ അർണോൾഡിനെയും ഒരുമിച്ച് കാണുന്നതിനേക്കാളും കൂടുതൽ അർണോൾഡിനെയും ഡീനിനെയാണ് ഒരുമിച്ച് കാണുന്നത്. പിന്നെ എനിക്ക് ആക്ടിങ്ങിനോട് ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. സോ ഞാനിതിന് പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് കിറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡീൻ കാരണമാണ് നീ ഈ തീരുമാനം എടുത്തതെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അവൻ കാരണം തന്നെയാണ്. പക്ഷേ എൻ്റെ അല്ലേ അതല്ല റീസൺ, എനിക്കിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എനിക്കിതിൽ വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും അവസരം തന്നില്ലേ, അതിനെന്തായാലും താങ്ക് യു സോ മച്ച്. ഞാനാണെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചെയ്തോളാം. ഞാനിപ്പോൾ എന്തായാലും പ്ലേയിൽ നിൽക്കുന്നില്ല. അത് ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ജാക്കപ്പോൾ ശരി നിൻ്റെ തീരുമാനമാണെങ്കിൽ ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് റോമാണെങ്കിൽ ക്ലബ്ബിൽ DJ വർക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് സംസാരിക്കേണ്ട റാഫി വരുന്നതാണ്. റാഫിനെ കാണുമ്പോഴത്തേക്കും റോമാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. റാഫി അപ്പോൾ ഒന്നുമില്ല, നിൻ്റെ യൂട്യൂബ് വീഡിയോയിലെ DJ എല്ലാം കേട്ട് ബോറടിച്ചു, സോ ലൈവായിട്ട് പ്ലേ ചെയ്യുന്ന കേൾക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ എന്നോട് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന്. റോം അപ്പോൾ എന്തൊരു പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നത്, ജാക്കിന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്ന് നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ടൊന്നുമല്ല ഞാനായിട്ട് എടുത്ത ഡിസിഷൻ ആണെന്ന് പറയുന്നുണ്ട്. റോം ആ സമയം ശരിക്കും നീ എന്തുകൊണ്ടാണ് പ്ലേയിന് കിറ്റ് ചെയ്തത്, ആ റോളിന് വേണ്ടിയിട്ട് നീ കുറച്ച് ശ്രമിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അതുകൊണ്ട് എനിക്ക് ആക്ടിങ്ങിന് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. റോം ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ റിച്ച് ആയിട്ടുള്ള പിള്ളേർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോൾ ചെയ്യും, വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യും, ഒന്നും മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. റാഫി അപ്പോൾ ശരി ക്ലാസ് എടുത്തത്, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്, എന്നോട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ റോം ആണെങ്കിൽ അവൻ്റെ DJ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം അവരുടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. റോം വിചാരിച്ചത് റാഫി ഭയങ്കര റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവനെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വല്ല ഫാൻസി റെസ്റ്റോറൻറ്റിലോ അങ്ങനെ വല്ല ആയിരിക്കും കൊണ്ടുപോകുന്നതെന്ന്. എന്നാൽ ആക്ച്വലി അവനെയും കൊണ്ടുവന്നത് ഒരു ചെറിയ കടയിലേക്കായിരുന്നു. അപ്പോൾ അതിനെ കാണുമ്പോൾ റോം പറയുന്നുണ്ട് നീ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുമെന്ന്. റാഫി അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, നീ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് റാഫി ഓർഡർ ചെയ്യുന്നുണ്ട്. ഫുഡ് വന്നുണ്ടെങ്കിൽ തന്നെ റാഫി ആണെങ്കിൽ ആദ്യം റോമിനാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കഴിച്ചു നോക്ക്, ഇത് ശരിക്കും അടിപൊളിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസറ്റ് ഉള്ളവരെ മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, ഞാൻ അല്ലാത്തവർക്കൊന്നും ഈ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ കഴിക്കുന്ന സമയത്ത് നീ എന്നെ കൊണ്ടുവന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ, അത് വെറുതെ കൊണ്ടുവന്നതാണെന്ന് റോം ചോദിക്കുമ്പോൾ വെറുതെ കൊണ്ടുവന്നതാണ്, എനിക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് വരാൻ മടിയായതുകൊണ്ട് നിന്നെയും കൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നോട് തന്നെ അവൻ പറയുന്നുണ്ട് അത് മാത്രമല്ല എനിക്കിപ്പോൾ വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന്. ആ സമയം തന്നെ കറക്റ്റ് അവൻ്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. റാഫി ഇപ്പോൾ കണ്ടില്ലേ പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ അത് അമ്മ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യാതെ ഫോൺ മാറ്റി വയ്ക്കുകയാണ്. റോം ഇപ്പോൾ കോൾ എടുക്കുന്നില്ലെന്ന് നോക്കുമ്പോൾ ഇല്ല ഞാനിപ്പോൾ അമ്മയായിട്ട് നോ കോൺടാക്ട് എന്നുള്ള ആ ഒരു ടൈമിങ്ങിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റാഫി റോമിന് വീണ്ടും കഴിക്കാനായിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്, കഴിക്കാനായി അവനോട് പറയുന്നുണ്ട്. ആ സമയം റോം വ്യൂവേഴ്സിൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് പെരുമാറുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനായിട്ട് തോന്നുന്നില്ല എന്ന്. അതേസമയം റാഫി വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ റോമിൻ്റെ അടുത്ത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടും ഭയങ്കര അടിപൊളിയായിട്ടും തോന്നാറുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ടൂവയും അർണോൾഡും കൂടെ ആയിട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയിട്ട് കുറേ റൈഡുകളിൽ കയറിയിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ടൂവയുടെ അച്ഛനാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഓണർ. എന്തായാലും അവർ റോളർ കോസ്റ്ററിലൊക്കെ കയറിയിട്ട് ഇറങ്ങുന്ന ടൈമിന് അർണോൾഡാണെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടൂവ ചോദിക്കുമ്പോഴത്തേക്കും അർണോൾഡ് അത് ഇന്നലെ കുറേ വർക്ക് ഉണ്ടായിരുന്നു നൈറ്റ്, അപ്പം കഴിഞ്ഞിട്ട് വന്നപ്പം കുറേ ടൈം എടുത്തുമില്ല, അതുകൊണ്ട് റെസ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ടൊക്കെയാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ടൂവയ്ക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവൻ അർണോൾഡിന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം അർണോൾഡിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ
അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. അന്ന് എടുത്ത ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സമയം ടൂവാ ഇനി ചിലപ്പോൾ നമ്മളാണെങ്കിൽ അന്ന് നീ കുഞ്ഞിലെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ടാകും എന്ന് പറയാണ്. ആ സമയം അറിഞ്ഞോളൂ ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് എടുത്ത ആ ഒരു ഫോട്ടോയിൽ നീ എങ്ങാനും പതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡെസ്റ്റിനിയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പോലും മനസ്സിലാക്കാതെ നമ്മൾ മീറ്റ് ചെയ്തു, വലുതായപ്പോൾ നമ്മൾ കണ്ടിട്ട് ഫ്രണ്ട്സായി, ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയമാണ് ടുവേനെ കണ്ടിട്ട് അവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ടുവേരെ എടുത്താൽ ടുവ നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ വീട്ടിലോട്ടതിന് കുറേ ദിവസമായല്ലോ, കണ്ടിട്ട് തന്നെ കുറേ ദിവസമായല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടുവ പറയുന്നുണ്ട് എന്ത് പറയാനാ, ജാക്കാണെങ്കിൽ നല്ല അടിപൊളി പണിയെ തന്നുകൊണ്ടിരിക്കുന്നത്, പ്ലേ എടുക്കാറായതുകൊണ്ട് അത്രയും വർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ ആ സമയത്ത് ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് അർണോൾഡാണെന്ന് പറയുന്നുണ്ട്. അച്ഛൻ ആ സമയം ചോദിക്കുന്നുണ്ട് ഇത് ആരാണ്, നിൻ്റെ ഫ്രണ്ടാണോ എന്ന്. ആ സമയം ടുവ അല്ല ആക്ച്വലി എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അച്ഛനപ്പോൾ എന്നിട്ട് നീ അത് ഇപ്പോഴാണോ പറയുന്നത്, ഇപ്പോഴാണ് മീറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് നോക്കുമ്പോൾ അർണോൾഡ് ഞങ്ങൾ ഇത്രയും കാലം ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ആ സമയം പറയാണ് ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്, പക്ഷേ അർണോൾഡ് നീ എങ്ങനെ ടുവേനെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ നിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും റൈഡിൽ ഞാൻ സ്റ്റക്ക് ചെയ്ത് കളയും, പിന്നെ ഹോണ്ടഡ് ഹൗസിൽ ലോക്ക് ചെയ്തിടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മാവൊന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം ടുവയുടെ അച്ഛൻ ചുമ്മാ പറയുന്നതാണ് ശരി നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ടുവ പറഞ്ഞായിട്ടല്ലോ സൂക്ഷിച്ചും കണ്ട് നിൽക്കണമെന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജാക്കിനെയും ഡീനെയും രണ്ടുപേരും ഇപ്പോൾ ഒരു സിനിമ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു മൂവി പോസ്റ്ററൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഡീനാണെങ്കിൽ ഈ സിനിമ എന്നെയും കൊണ്ടേ കാണിക്കാനാണ് എന്നെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഈ സിനിമ എൻ്റെ ഫേവറേറ്റ് ആണ്, പക്ഷേ ഇതിലുള്ള എൻഡിങ് പോലെ നമ്മുടെ ലൈഫ് ആയി തീർണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ ശരിക്കും റാഫി പ്ലേയിന് ക്വിറ്റ് ചെയ്യുന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്, അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല വേറൊന്നും പറഞ്ഞില്ല, എന്താ അവൻ എന്തെങ്കിലും പറയുന്നത് വിചാരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൻ മിക്കവാറും ചിലപ്പോൾ ഇൻസെക്യൂരിറ്റി കാരണമൊക്കെ ആയിരിക്കും മാറിയത്, ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവനെ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവൻ താഴെ പോകുന്നൊക്കെ കരുതിയിട്ടായിരിക്കും, എന്തായാലും നീ പേടിക്കണേ ഞാൻ ആ റോള് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുടെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പായിട്ട് ഒരു കിസ് കോമ്പറ്റീഷൻ നടത്താനായിട്ട് പോവാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള മൂവിയുടെ വരികൾ പറയും, അതിൻ്റെ കണ്ടിന്യൂഷൻ ലൈൻസ് പറയണം, അതിന് എൻ്റെതായിട്ട് ഒരു പ്രൈസും കിട്ടും. പ്രൈസ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ആ പ്രൈസ് ഉണ്ടെന്ന് ഡീൻ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ് അവസാനം ഒരു പ്രൈസ് നേടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഡീനിൻ്റെ ചേച്ചി കോൾ ചെയ്തിട്ട് ഡീൻ നീ വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നത്. അരങ്ങുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് എന്തോ ചെയ്തു എന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ ജാക്കും ഡീനും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാൽ ചെല്ലുമ്പോഴത്തേക്കും ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാക്ക് തുറന്നില്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ചെറുതായിട്ട് ഡോർ ഓപ്പൺ ചെയ്തതും ഇവരുടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഡീൻ നേരെ അവൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ജാക്ക് ചെന്നിട്ട് അവൻ്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് എടുത്തിട്ട് അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അസമയം ഡീന് അവൻ്റെ ചേച്ചിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അവൾ എനിക്കുള്ളതാണ്, അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത്, സോ അവളെ കാര്യം ഞാൻ നോക്കും, നീയാണെങ്കിൽ എൻ്റെ ഇടയിൽ വന്നിട്ട് അവളെ കൊണ്ടുപോകാൻ നോക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജാക്ക് എന്ന് വെച്ച് ഒരാളുടെ ജീവിതം തീരുമാനിക്കാനുള്ള അധികാരമൊന്നും തനിക്കില്ല എന്ന് പറയുന്നുണ്ട്. സമയം ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട് അവളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഞാനാണെങ്കിൽ കേസ് കൊടുക്കുന്നുണ്ട്. ഡീനപ്പോൾ എൻ്റെ ചേച്ചീനെ അടിച്ചതിന് ഞങ്ങളാണ് കേസ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ശേഷം അവൻ്റെ ചേച്ചീനെ വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ജാക്കിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. വന്ന ശേഷം ചേച്ചിയുടെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്താ നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. ആ സമയം ചേച്ചി പറയുന്നുണ്ട് അത് പിന്നെ അവനാണെങ്കിൽ എന്നെ ചീറ്റിങ് ചെയ്തു, അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവനങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അടിക്കാനായിട്ട് തുടങ്ങിയതാണ് ഞാൻ ബ്രേക്കപ്പ് ആവുമെന്ന് പറഞ്ഞപ്പോൾ. അത് കേൾക്കുമ്പോൾ ഡീനാണെങ്കിൽ എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാക്കപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിന്നോളനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജാക്കപ്പോൾ ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഡീനാണെങ്കിൽ പ്ലേ ഒക്കെ നടക്കില്ല, നീ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡീൻ്റെ ചേച്ചിയും അതെ നീ പ്ലേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അമ്മയുടെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ജാക്കപ്പോൾ എന്താ ഞാൻ പോയി റൂം റെഡിയാക്കാം, നിനക്ക് ഇതിവിടെ സ്റ്റേ ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ചേച്ചിയാണെങ്കിൽ ഡീനിനോട് നീയും ജാക്കും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്, അവനാണെങ്കിൽ ശരിക്കും നല്ലൊരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ ഇനി നീ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഒരുമിച്ചുണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം അവരുടെ പ്ലേയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്രാക്ടീസ് നടക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടുവേ ആണെങ്കിൽ ഇപ്പോൾ അർണോൾഡിന് അവൻ്റെ ഷർട്ടും എല്ലാം തന്നെ ഇങ്ങനെ ഇൻഷർട്ട് ചെയ്ത് ബട്ടണൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അർണോൾഡ് എല്ലാവർക്കും നീ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എല്ലാവർക്കൊന്നും ഇല്ല, എൻ്റെ ബോയ് ഫ്രണ്ട് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടുവ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഭാവിയിൽ അങ്ങനെ നീ വലിയ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇതെങ്കിലും വെച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന്. ആ സമയം അർണോൾഡ് ആന്നും പേടിക്കണ്ട, ഞാൻ നിന്നെ ബ്രേക്കപ്പ് ആക്കിയിട്ട് അങ്ങനെ പോകത്തൊന്നുമില്ല, നീ പോയാലും ഞാൻ നിൻ്റെ പുറകെ തന്നെ വരും, പിന്നെ ഞാനങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞാൽ നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം റിഹേഴ്സലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റോമാണെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാണ്, ബാക്കി ടുവേ എല്ലാവരും തന്നെ അവിടെ പ്രാക്ടീസൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ടുവേയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നോക്കുന്ന ടൈമിൽ അവൻ കാണുന്നത് ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ഡീനും അർണോൾഡും കിസ് ചെയ്യാനായിട്ട് പോകുന്നതും അവർ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേസമയം സ്റ്റേജിലേക്ക് നോക്കുമ്പോഴായാലും അർണോൾഡും ഡീനും ഒരുമിച്ച് ക്ലോസ് ആയി നിൽക്കുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ അതും കൂടെ കാണുമ്പോഴത്തേക്കും ശരിക്കും അവർക്കിടയിൽ എന്തോ ഉണ്ട്, അവരെന്നിട്ട് അഭിനയിക്കുകയാണെന്നൊരു ചിന്ത അവന് വരുന്നുണ്ട്. അങ്ങനെ ഒന്നും നോക്കുന്നില്ല, വേഗം തന്നെ സ്റ്റേജിലേക്ക് കയറി ചെല്ലാണ്. റിഹേഴ്സലിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവനിങ്ങനെ കയറി പോകുന്ന കാണുമ്പോഴത്തേക്കും ടിമ്മിയും ജാക്കും കൂടെ ആയിട്ട് എന്താ കാര്യം എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്, എല്ലാവരും എടുത്ത് വെച്ച് കാണുന്നുണ്ട്. അതായത് നമ്മുടെ റാഫിയും പിന്നെ റോമും എല്ലാവരും കാണാണ്. ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ജാക്കും ഒക്കെ തന്നെ ഷോക്കാവുന്നുണ്ട്.
ധ്രുവ ആ ഒരു വീഡിയോ ഡീനിൻ്റെ മുന്നിൽ പിടിച്ചിട്ട് ഇതും കൂടെ നിൻ്റെ ആ ഒരു ടിക്ടോക്ക് ഇടുന്നതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാത്തത് കുറേ കൂടെ ഫോളോവേഴ്സ് കയറി വരുമെന്നല്ലോ, നിനക്ക് അത്ര ആഗ്രഹമായിരുന്നില്ലേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ, ഇപ്പോൾ എല്ലാം കൂടെ കാണിച്ചപ്പോൾ സമാധാനമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അന്നെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല, നീ തെറ്റിദ്ധരിക്കുന്നതാണെന്നൊക്കെ ഡീൻ പറയുമ്പോൾ ആണോ ഞാൻ തെറ്റിദ്ധരിക്കുന്നതാണ്, ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ടു നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം അർണോൾഡും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ടു നിനക്ക് നാണമുണ്ട് ഇവനുമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കാൻ. അത് മാത്രമല്ല നീ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, എന്നിട്ട് നിനക്കിങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി, നീ ഏതവൻ്റെ കൂടെയാണെങ്കിലും എന്ത് വേണോ ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ നിനക്ക് അർണോൾഡിനെ മാത്രമേ കിട്ടിയുള്ളൂ, എൻ്റെ അർണോൾഡിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് അവൻ ഡീനിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഡീൻ സത്യമായിട്ട് അന്ന് രാത്രി ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് എന്ത് ചുമ്മാ അവിടെ പോയി ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത്ര മാത്രമേ ഉള്ളൂ, എന്താ ഞാൻ അങ്ങനെ വിശ്വസിക്കും നിങ്ങൾ വിചാരിച്ചെന്നൊക്കെ ചോദിച്ച ശേഷം എനിക്ക് ഇനി മുതൽ ഇങ്ങനൊരു മോശം ഫ്രണ്ടും ഇല്ല മോശം ബോയ് ഫ്രണ്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ജാക്കിനെ നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടപ്പോഴേ നിനക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ജാക്ക് എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ടു ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയം സ്റ്റേജിൽ നിൽക്കുന്ന ഡീനാണെങ്കിൽ ജാക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ജാക്കും ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കായിരുന്നു, ഒന്നും പറയണ്ട പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഡീൻ വീണ്ടും എന്താ പറയാൻ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഡീനിനും പിന്നെ അർണോൾഡിനും ഒന്നും സംഭവിക്കാത്ത പോലെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരാണ്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന റാഫി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. റാഫിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്, അവനാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അവൻ്റെ പുറകെ ടിമ്മിയും പോകുന്നുണ്ട്. റാഫി പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ ടിമ്മി അങ്ങോട്ടേക്ക് എന്നിട്ട് ഈ പ്ലേ കഴിയുന്നവരെ നിനക്കൊന്ന് മര്യാദയ്ക്ക് ഇരുന്നുകൂടെ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഇഷ്ടം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. റാഫി തന്നെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് അവരും വിചാരിക്കുന്നുണ്ട്, കാരണം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഗ്രൂപ്പിൽ ഇവരും ഉണ്ടായിരുന്നു. അതിനുശേഷം ടുവേനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അർണോൾഡ് സംസാരിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ടുവ അവൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാനായിട്ട് പറയണം. അർണോൾഡ് അപ്പോൾ സത്യമായിട്ട് ഞങ്ങൾ കിസ്സൊന്നും ചെയ്തില്ല, ഒന്നും നടന്നിട്ടില്ല, നീ തെറ്റിദ്ധരിച്ചാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കിസ് ചെയ്താലും ഇല്ലെങ്കിലും ആ നേരത്ത് ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, അത് തന്നെ ഒരുമാതിരി ഫീൽ ചെയ്യിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അർണോൾഡ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. ടു ആ ടൈമിനായി ഇനിയിപ്പോൾ ആ റീസൺ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെപ്പോലെ ഡ്രാമ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല, ഈ പ്ലേയിലത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ഈ പ്ലേയിലെ ഇമോഷൻസും ഫീലിങ്സും റിയൽ ലൈഫിൽ നിന്ന് എങ്ങനെ മാറ്റണം എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഒരു പക്ഷേ പ്ലേയിൽ എനിക്ക് ഡീനിനോടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും റിയൽ ലൈഫിലുണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും തന്നെ ഇല്ലയെന്ന് പറയുന്നത്. ടു അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ടുവയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നൊരു മാനിക്യൂളിലൊക്കെ അവൻ എടുത്തിട്ട് സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് കുത്തുന്നൊക്കെ ഉണ്ട്. അടുത്ത് ജാക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനും വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു, അവനോട് ഇറങ്ങി പോകുന്ന ടൈമിന് അവൻ്റെ പുറകെ വന്ന് ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ട് സംഭവിച്ചു പോയതാണ്, ഞങ്ങളുടെ ഇടയിലൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡീൻ വരുന്നുണ്ട്. ഞാൻ ജാക്ക് കാറിൽ കയറി പോകാനേ നിൽക്കുമ്പോഴേക്കും ഡീൻ കാറിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്ക് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഡീനെ പോയി എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോവുകയാണെന്നൊക്കെ പറയാണ്. ജാക്ക് ആ സമയം നീ ഓരോ തവണയും ഡ്രിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വിട്ടപ്പോൾ ഞാൻ എന്താ ക്ഷമിച്ച് നിൽക്കണമെന്നാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഡീനപ്പോൾ ഞങ്ങൾ ചേച്ചി ഹഗ് ചെയ്യുക മാത്രമേ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു പ്രശ്നമാണ്, നീയാണെങ്കിൽ കണ്ടന്റ് ഷൂട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടത്, എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നും പറയുന്നുണ്ട്. ഡീനപ്പോൾ സത്യമായിട്ട് ഞാൻ ഡ്രിങ്ക് ചെയ്യത്തില്ല എന്നോട് ക്ഷമിക്കാനേ പറയുന്നുണ്ട്. ജാക്ക് ഡീൻ നീ ഒരിക്കലും നന്നാവത്തില്ല, നീ പഴയതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്കും ടുവേരെ വീട്ടിലേക്ക് ഡീൻ തിരിച്ച് വരുന്നുണ്ട്. എന്നാൽ ഡീൻ കാണുന്നത് ടുവ ഡീൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയുന്നതാണ്. ഡീനപ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനായിട്ട് പറയുമ്പോൾ ടു അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് നീ എന്ത് മോശം പരിപാടി കാണിച്ചാലും നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കുന്നതല്ലേ, എന്നിട്ട് നിനക്ക് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഡീനപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലാക്കുക, നീ ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ എൻ്റെ ഒരു ബാധ്യതയാണ്, അപ്പോൾ ആ ഒരു ബാധ്യത നീ തലേ ചുമക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, പിന്നെ നിന്നെ നോക്കാനായിട്ട് വരിയായിട്ട് നിൽക്കുന്ന കുറേ ആണുങ്ങൾ കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ ശേഷം ടു വേണമെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജാക്കിനെ കാണിക്കുകയാണെങ്കിൽ ജാക്ക് ഇപ്പോൾ അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഫുള്ള് ഡ്രിങ്ക് ചെയ്യുകയാണ്. അതേസമയം തന്നെ റാഫിനെ കാണിക്കുകയാണെങ്കിൽ അവനും ക്ലബ്ബിൽ പോയിരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം റോം അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് നീയല്ലേ ഇങ്ങനെ പറയുന്നത്, റാഫി അപ്പോൾ എന്തേ നീ മറന്നുപോയോ, എന്നെ പറ്റിച്ച് ആ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നീയല്ലേ, പിന്നെ ഞാനെങ്ങനെ അപ്ലോഡ് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം റോമൻ ചിന്തിച്ചിട്ട് അത് ശരിയാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഇത് ആരാ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം റാഫി ഇന്ന് കിട്ടിയ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തിട്ട് നോക്കിയേ, ഇത് ഞാൻ ഷൂട്ട് ചെയ്ത ആംഗിളല്ല, ഇത് വേറെ ആരോ ഷൂട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം റോം പക്ഷേ അത് ആരായിരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാവരും എന്നല്ലേ കുറ്റം പറയുള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് സോറിങ് അറിയാണ്ട് പറഞ്ഞു പോയതാണെന്ന് റോം പറയുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാക്കാണെങ്കിൽ റാഫിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാക്കിൻ്റെ ആ ഒരു കോൾ റാഫി അറ്റൻഡ് ചെയ്യുന്നില്ല, അവൻ കട്ട് ചെയ്യുകയാണ്. ആ സമയം റോം കണ്ടിട്ട് എടുക്കുന്നില്ല എന്ന് നോക്കുമ്പോൾ ഇല്ല ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നില്ലേ, അവൻ കുറച്ചൊരു ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ടുവേനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പം അവൻ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടിന് അവിടെ ബോസ്റ്റൺ ഇരിക്കുന്നുണ്ട്, കാരണം റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ബോസ്റ്റണും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടുവ ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്ന കാണുമ്പോൾ ബോസ്റ്റണാണെങ്കിൽ നിനക്കങ്ങനെ ഒരുപാട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റാറില്ലല്ലോ, നീ ഇങ്ങനെ കൂടുതൽ ഡ്രിങ്ക് ചെയ്യണ്ട, നീ ഡ്രിങ്ക് ചെയ്തിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് നിന്നെ നോക്കാനൊന്നും വയ്യാന്ന് പറയുന്നുണ്ട്. ടുവ ആ ടൈമിന് ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നതല്ലേ നല്ലത്, അതാകുമ്പോൾ നമുക്കാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, നല്ല ഫണ്ണായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ ബോസിന് അവനെ തടങ്ങിയിട്ട് ടുവ നീ ഇങ്ങനത്തെ ഒരാളല്ല, നീ ഇങ്ങനെ ചെയ്യാൻ പോകരുതെന്ന് പറയുന്നത്. ടുവ പറയുന്നുണ്ട് നല്ല ആളായിട്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതിനേക്കാളും മോശക്കാരനാവണതാണ് നല്ലതെന്ന്. അതും പറഞ്ഞിട്ട് അവൻ വീണ്ടും ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയം ബോസിന് അവനെ തടങ്ങിയിട്ട് ഞാൻ അതിനെ തടയുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഒരു നല്ല ആളാണെന്നല്ല പറയുന്നത്, പക്ഷേ ഡ്രിങ്ക് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല,
പിന്നെ അർണോൾഡ് അവനിത് അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചില സമയം ഡ്രിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സിറ്റുവേഷനൊക്കെ കടന്നു പോകും. എന്തായാലും ഇന്ന് രാത്രി മൊത്തം ഞാൻ നിന്നോട് ഇരിക്കാൻ തയ്യാറാണ്, നീ എത്ര വേണേലും ഡ്രിങ്ക് ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ട് ട്യൂവേനെ അവ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ഡീനിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ പോകാൻ വരെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവനൊരു ജാക്കിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജാക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കയറിക്കോട്ടെ, എനിക്ക് വേറെ സ്ഥലമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ജാക്ക് ആ സമയം പറയുന്നുണ്ട്, അത് ശരിയാവത്തില്ല, ഒരിക്കൽ ഞാൻ നിനക്ക് ഒരു ചാൻസ് തന്നതാണ്, എന്നാൽ വീണ്ടും ഞാൻ നിനക്കൊരു ചാൻസ് കൂടെ തന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇവിടെ മണ്ടത്തരം കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ജാക്ക് ഇടയ്ക്ക് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഡീന ആ സമയം പുറത്തിരുന്ന് കരയാനായിട്ടും തുടങ്ങുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് ജാക്കിനും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അതേസമയം അർണോൾഡിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ടുവേരെ ഫോണിൽ കുറേ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ടുവ കോൾ എടുക്കുന്നില്ല. അതേസമയം റാഫി റോമും ഒരുമിച്ചാണുള്ളത്. അതേപോലെ തന്നെ ഡീനിന് പോകാൻ വരെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്നിരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു കാർ വന്ന് അവൻ മുന്നിൽ നിർത്തുന്നത്. ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഡീനിന് പരിചയമുള്ള ഒരാളായിരുന്നു. ആളുടെ പേര് ഗെയിം പ്ലേ എന്നാണ്. അവൻ വന്നിട്ട് ഡീനിനെ ഹഗ് ചെയ്തിട്ട് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡീനിനെ അവൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.